രണ്ട് സുഹൃത്തുക്കൾ ഒരു യാത്ര പോവുകയാണ്. മരുഭൂമിയിലൂടെയാണ് കേട്ടോ സഞ്ചാരം. വഴിമധ്യേ ഇരുവരും തമ്മിൽ ഒരു തർക്കമുണ്ടായി. ഒരു ചങ്ങാതി മറ്റേ ചങ്ങാതിയെ അടിച്ചു. അടികൊണ്ട ചങ്ങാതി വിഷമത്തോടെ മണലിൽ ഇങ്ങനെ എഴുതി, ഹിയർ മൈ ഫ്രണ്ട് സ്ലാപ്ഡ് മീ. ഇവിടെ വെച്ച് എൻ്റെ കൂട്ടുകാരൻ എന്നെ അടിച്ചു. എഴുതിയത് എവിടെയാ? മണലിൽ. വീണ്ടും യാത്ര തുടർന്നു. അവർ ഒരു വെള്ളക്കെട്ടിനടുത്തെത്തി. നേരത്തെ അടികൊണ്ട സുഹൃത്ത് വെള്ളക്കെട്ടിലേക്ക് ഇറങ്ങി. പെട്ടെന്ന് അയാളുടെ കാൽ വഴുതി വെള്ളത്തിലേക്ക് ആണ്ടുപോകാൻ തുടങ്ങി. മറ്റേ സുഹൃത്ത്, അതായത് അടിച്ച സുഹൃത്ത്, വളരെ കഷ്ടപ്പെട്ട് അയാളെ വലിച്ചു കയറ്റി. ജീവൻ തിരിച്ചു കിട്ടിയ അയാൾ തൻ്റെ സഞ്ചിയിൽ നിന്നും ഒരു ഉളിയെടുത്ത് അടുത്തുള്ള പാറയിൽ ഇങ്ങനെ കുത്തിവെച്ചു, ഹിയർ മൈ ഫ്രണ്ട് സേവ്ഡ് മീ. ഇവിടെ വെച്ച് എൻ്റെ ചങ്ങാതി എന്നെ രക്ഷിച്ചു. അതുകൊണ്ട് അടിച്ച കൂട്ടുകാരൻ ചോദിച്ചു, എടാ, നിന്നെ ഞാൻ അടിച്ചപ്പോ നീ മണലിൽ എഴുതി, രക്ഷിച്ചപ്പോ നീ പാറയിൽ കുത്തിവെച്ചു, എന്താ അങ്ങനെ? അപ്പോൾ മറ്റേ ആള് പറഞ്ഞു, എടാ, കിട്ടിയ അടികളുടെ എണ്ണമെല്ലാം മണലിൽ എഴുതിയാൽ മതി. എന്നാൽ കിട്ടിയ അനുഗ്രഹങ്ങളുടെ അനുഭവങ്ങൾ പാറയിൽ കുത്തിവെക്കണം. കാറ്റിനോ കാലത്തിനോ മായ്ക്കാനാവാത്ത വിധം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നല്ല ഓർമ്മകളെ മാത്രം സൂക്ഷിക്കുക. അത് കല്ലിൽ ഇങ്ങനെ ആഴത്തിൽ കുത്തിവെക്കുക. ബാക്കിയുള്ളതൊക്കെ കാറ്റ് കൊണ്ട് പോട്ടുന്നേ, അത് മണലിൽ എഴുതി ഇങ്ങോട്ട് പോട്ടുന്നു വയ്ക്കുക.